എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഫാൻസിൽ ഗൂഗറിനെയാണ്. ഡയമണ്ട് കിൻഡത്തിലെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടുള്ള ഫാൻസിൽ യാദൃശികമായിട്ട് ആസ്തയെ കാണാൻ ഇടയായി. ആസ്തയുടെ നിർബന്ധപ്രകാരം ആസ്തയെ ട്രെയിനിങ് ചെയ്യാൻ ഫാൻസിൽ സമ്മതിക്കുന്നു. സോഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആസ്തയെ പഠിപ്പിച്ച നല്ലൊരു ടീച്ചർ ആയിരുന്നു ഫാൻസിൽ. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് രണ്ടുപേർക്കും പിരിയേണ്ടി വന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാട്ടിൽ പ്രത്യക്ഷപ്പെട്ട ഡഞ്ചനിലോട്ട് പോയ ആസ്തയെ ഡയമണ്ട് കിൻഡത്തിലെ കില്ലർ എന്നറിയപ്പെടുന്ന മാർക്സ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ പരിക്ക് പറ്റിയ ആസ്തയെ മുഴുവനായിട്ട് റിക്കവർ ചെയ്യാനുള്ള ഔഷധങ്ങളെല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോയൽ. അപ്പോഴാണ് ഹേ ഹലോ സിൽവർ കളർ ഹെയർ ഉള്ള പെൺകുട്ടി, എനിക്കൊരു ചെറിയ കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വസ്ത്രമൊന്നും കൂടാതെ അങ്ങോട്ടൊരാൾ വരുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഫാൻസിലായിരുന്നു. അവനെ കണ്ട് ടെൻഷനായ നോയൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ആ പറമ്പ് മുഴുവൻ ഓടി ഓടി അവസാനം അവളുടെ ഹൈഡൌട്ടിലോട്ട് വരുന്നു. പേടിച്ചു പോയ നോയൽ ക്യാപ്റ്റൻ യാമിയുടെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. ഹേയ്, എന്നെ കണ്ടിട്ട് എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? ഒരു സെക്കൻഡ് സമയം തന്നാ മതി, എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. അപ്പോഴാണ് അതിനകത്തിരിക്കുന്ന മറ്റുള്ളവരെ അവൻ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അടികൊണ്ട് പഞ്ചറായി കിടക്കുന്ന ഫാൻസിലിനെയാണ്. അപ്പോഴാണ് ആസ്ത അങ്ങോട്ട് വരുന്നത്. ഹേയ് ആസ്ത. മാസ്റ്റർ എന്തു പറ്റി, നിങ്ങൾ ഓക്കെ അല്ലേ? ഹേ ആസ്ത, നീയും ഈ മാജിക് നൈറ്റ് സ്കോഡിലുള്ളതാണോ? കൺഗ്രാറ്റുലേഷൻസ് എന്ന് വിളിച്ചു പറയാണ് ഫാൻസിൽ. സോ ആസ്തയ്ക്ക് അറിയുന്ന ആളായതുകൊണ്ട് ഫാൻസിലിനെ അവർ വെറുതെ വിടുന്നു. എന്ത്, നിങ്ങളെ ഒരു കൊള്ളക്കാരൻ അറ്റാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ എടുത്തുകൊണ്ട് പോയെന്നോ? എന്നിട്ടിത് നീ എന്തുകൊണ്ട് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ് മറ്റുള്ളവർ. ഞാൻ പറയാൻ ശ്രമിച്ചു, പക്ഷെ അത് കേൾക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല നിങ്ങൾ. ഇതേ സമയമാണ് ക്യാപ്റ്റൻ യാമി അവരെ തന്നെ നോക്കുന്നത്. എന്തു പറ്റി? അല്ല, നമ്മളിതിനു മുൻപ് എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇതാദ്യമായിട്ടാ, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് ഫാൻസിൽ അവരോട് പറയുന്നു. ഹേയ് മിസ്റ്റർ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഓ അത് ശരിയാ, ഞാൻ വന്ന കാര്യം മറന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ നിന്നെ ഒരുപാട് ഭയപ്പെടുത്തി എന്ന് അറിയാം, എന്നോട് ക്ഷമിക്കുക. നിന്റെ കയ്യിലിരിക്കുന്ന ആ വടിയെ പറ്റി അറിയാനാ ഞാൻ നിന്നെ വിളിച്ചേ. എന്ത് വടിയോ? അതെ, ഞാൻ തിരയുന്ന ഡോമിന എന്ന സ്ത്രീയാണ് ആ വടി ഉണ്ടാക്കാറ്. ഇത് കേട്ട് ആസ്തയ്ക്ക് ഡോമിന അവരുടെ ഫിനാൻസി ആണെന്ന് മനസ്സിലാവുന്നു. ഡോമിന? ഇതെനിക്ക് തന്ന വ്യക്തിയുടെ പേര് കോഡ് എന്നായിരുന്നു. എന്ത്, ശരിക്കും? അവളുടെ മുഴുവൻ പേര് ഡോമിനന്റ് കോഡ് എന്നാ? നിങ്ങൾക്കിത് എവിടുന്നാ കിട്ടിയേ എന്ന് ആകാംക്ഷയോടെ ചോദിക്കാണ് ഫാൻസിൽ. കാസ്റ്റൽ ടൗൺ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നുമാണ് ഞാൻ ഇത് മേടിച്ചത്. കാസ്റ്റൽ ടൗൺ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാൻസിൽ. ഡോമിന അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ? പിന്നെ എന്തിനാ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നേ? ചെല്ല്, അവരെ കണ്ടുപിടിക്കുക എന്ന് ആകാംക്ഷയോടെ പറയുവാണ് ആസ്ത. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവാം എന്ന് പറയാണ് വെനസ. നോയൽ, ഞാൻ നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ സാധിക്കില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ യാമിയുടെ സമ്മതത്തോടെ അവൻ അവിടെ നിന്നും പോവാൻ നിൽക്കുന്ന സമയത്താണ് ഫിൻഡ്രൽ, നീ നിന്റെ സ്പെഷ്യൽ മാജിക് ഉപയോഗിച്ച് അവർക്ക് പോവേണ്ട സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ യാമി അവിടെ നിന്നും പോകുന്നു. ശരി ആസ്ത, നമുക്ക് വീണ്ടും കാണാം. വിസാർക്കിംഗ് എന്ന നിന്റെ ആഗ്രഹത്തിലോട്ടുള്ള പകുതിയും നീ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നീ ഒരു വിസാർക്കിംഗ് ആയി മാറിയിട്ടുണ്ടാവും എന്ന് ഫാൻസിൽ പറയുന്ന സമയത്താണ് ആ ഹൈഡൌട്ടിന് പുറകിൽ ആരോ അറ്റാക്ക് ചെയ്യുന്നത്. ഇവരെ അറ്റാക്ക് ചെയ്യാൻ പുറത്ത് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. അവർ എന്നെ കൊല്ലാൻ വേണ്ടി വന്നതായിരിക്കും. ഇനി ഞാനിവിടെ നിന്നാ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് ഫാൻസിൽ നോക്കുന്ന സമയത്താണ് തലയിൽ ഒരു കല്ല് വന്ന് വീണ് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻ യാമി അവൻ കാണുന്നത്. ഞാനിപ്പോ ആരെയാ കൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ. സോ മറീലയുടെ കൂടെ ചേർന്ന് ഡയമണ്ട് കിൻഡത്തിലെ അസാസിനേഷൻ സ്ക്വാഡാണ് അവനെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കമാൻഡർ ഗാലിയോൺ, നമ്മുടെ ഈ അറ്റാക്ക് എങ്ങാനും പരാജയപ്പെട്ട ഒരു ഇൻഷുറൻസിന് വേണ്ടി ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുവോ? എന്റെ ടീച്ചർ, നിങ്ങൾ വിചാരിച്ച പോലെയല്ല എന്ന് പറഞ്ഞ് മറിയല ആ പോർട്ടൽ വഴി പോകുന്നു. അപ്പോഴാണ് അവരുടെ ഹൈഡൌട്ടിന് ചുറ്റും വെള്ളം കൊണ്ടുണ്ടാക്കിയ ഒരു ബാരിയർ ക്രിയേറ്റ് ആവുന്നത്. സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഓടിപ്പോകുന്ന ഫാൻസിനെ അവർ കാണുന്നു. അവനാണ്, അവനെ പിടിക്കുക എന്ന് അവരുടെ കമാൻഡർ ഓർഡർ കൊടുക്കുന്ന സമയത്താണ് ആ ബാരിയറിനകത്തു നിന്നും ലക്കും മാഗ്നയും മാസായിട്ട് ഇറങ്ങി വരുന്നത്. ഫാൻസിനെ പിടിക്കാൻ വന്ന ആ രണ്ട് മാജേഴ്സിനെയും ലൈറ്റ്നിങ് ക്രിയേഷൻ മാജിക്, തണ്ടർബോൾട്ട് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുവാണ് ലക്ക്. ഫ്ലെയിം മാജിക്, പ്രിസൺ ഡെത്ത് സ്കാറ്റർ ഷോട്ട് എന്ന് പറഞ്ഞ് മാഗ്നി അവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അസാസിനേഷൻ സ്ക്വാഡ് ക്യാപ്റ്റൻ മറ്റുള്ളവർക്ക് കമാൻഡ്സ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓ, നീയാണല്ലേ കമാൻഡർ? ശരി, നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാം. എന്നാ മാത്രമേ മറിയെ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂ. മിറർ മാജിക്, റിഫ്ലക്ട് റിഫ്രൈൻ എന്ന് പറഞ്ഞ് ഗോജി അവനെ അറ്റാക്ക് ചെയ്യുന്നു. ശരി, ആരംഭിക്കലാമാ. ഡാർക്ക് മാജിക്, ഡാർക്ക് ക്ലോക്ക് ലൈറ്റ്ലെസ് ഫ്ലാഷ്. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്റെ ഫുഡിൽ കൈവെക്കരുത് എന്ന് പറഞ്ഞ് തന്റെ കോട്ടൺ ക്രിയേഷൻ മാജിക് ഉപയോഗിച്ച് ചാർമിനോ അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഹേയ്, എനിക്ക് വേണ്ടി കുറച്ചു പേരെ കൂടെ ബാക്കി വെക്ക് എന്ന് വിളിച്ചു പറയുവാണ് ക്യാപ്റ്റൻ. അപ്പോഴാണ് അവിടെ സ്ക്വാഡ് കമാൻഡർ ആ വാട്ടർ ബാരിയറിനെ പറ്റി ആലോചിക്കുന്നത്.
ഈ വാട്ടർ ബാരിയർ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നടക്കുന്ന അറ്റാക്ക് എല്ലാം തടയാൻ വേണ്ടിയിട്ടാണോ അതോ അവരുടെ സ്പെൽ ആ ബിൽഡിംഗ് നശിപ്പിക്കാതിരിക്കാനാണോ? പെട്ടെന്നാണ് അവന്റെ പുറകിലൂടെ വന്ന ഫാൻസിൽ അവനെ പിടിക്കുന്നത്. ഹേ ഫാൻസിൽ, എന്നെ വിട്. മറിയലെ ഇപ്പോ ഞങ്ങളുടെ കൂടെയാണ്. ഡൊമിനി എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോ തന്നെ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഡൊമിനിയെ ഞങ്ങൾ എന്നവർ പറയുന്ന സമയത്താണ് ഹേയ്, ഞങ്ങളുടെ ക്യാപ്റ്റൻ ശരിക്കും വേറെ ലെവലാണല്ലേ, ഇങ്ങേര് പൊളിയാ. ഹേയ്, നീ എന്താ പറയുന്നേ? ഞങ്ങളുടെ സ്ക്വാഡ് മെമ്പേഴ്സ് എന്തോ ഡൊമിനിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പോർട്ടൽ ഓപ്പൺ ആക്കിയിരുന്നു. ഒരുപക്ഷെ ഇപ്പൊ അവർ കണ്ടുമുട്ടി കാണും എന്ന് പറയാണ് ഫാൻസിൽ. ഹേയ്, നീ ആരാ എന്നവൻ ചോദിക്കുന്ന സമയത്താണ് അവന്റെ യഥാർത്ഥ രൂപത്തിലോട്ട് അവൻ മാറുന്നത്. സോ അത് നമ്മുടെ ഗ്രേ ആയിരുന്നു. ഹേയ് കള്ളക്കളവാ, നിന്നെ ഞാൻ എത്ര അന്വേഷിച്ചെന്നറിയോ നിനക്ക്? ഒരു പാവം സ്ത്രീയെ തനിച്ചാക്കി നീ ഇപ്പോഴാണോ ഇങ്ങോട്ട് വരുന്നേ എന്ന് പറഞ്ഞ് ഫാൻസിലിനെ മോന്തക്കെട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോമിന. അങ്ങനെ അവളുടെ ദേഷ്യമൊക്കെ തീർന്നപ്പോ അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. നിനക്ക് വേദനിച്ചോടാ? ഇല്ല മോളെ, ഒരുപാടധികം നന്ദിയുണ്ട് ഗായ്സ് എന്ന് പറഞ്ഞ് ഫാൻസിലിനെ അവളുടെ മുമ്പിൽ എത്തിച്ചത് കൊണ്ട് അവരോട് എല്ലാവരോടും നന്ദി പറയുവാണ് ഡോമിന. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് ഫാൻസിലിന്റെ പുറകിൽ നിൽക്കുന്ന മറിയിലയെ അവൾ കാണുന്നത്. ഹേയ്, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അന്നത്തെ പോലെ നിന്റെ ടീച്ചറെ കൊല്ലാൻ വേണ്ടി വന്നതാണോ നീ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഒരിക്കലുമല്ല എന്ന് മറില പറയുന്ന സമയത്താണ് ബ്ലാക്ക് ബുൾ സ്ക്വാഡ് മെമ്പേഴ്സിനെ നമ്മൾ കാണുന്നത്. ഡയമണ്ട് കിണ്ടത്തിലെ അസാസിനേഷൻ സ്ക്വാഡിന്റെ കമാൻഡറെ പിടിച്ച് കേട്ടിരിക്കുവാണ് അവർ. ആ മറിയില്ല, എന്നെ ഇവിടെ പിടിച്ചു വെച്ചത് അവൾ അറിഞ്ഞില്ലേ? അവൾ ഇതെവിടെ പോയി കിടക്കുക എന്ന് ആ കമാൻഡർ ചിന്തിക്കുന്ന സമയത്താണ് തന്റെ യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നുവെന്ന് മറിയില്ല ഇവരോട് പറയുന്നത്. എന്ത്, ബ്ലാക്ക് ബുൾ സ്ക്വാഡ് മെമ്പേഴ്സിന്റെ അടുത്തോട്ട് നീ അവരെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണോ? അതെ, എനിക്ക് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമായിരുന്നു. ഈ ബ്ലാക്ക് മാർക്കറ്റിലുള്ള ഡൊമിനിയെ കണ്ട് ഫാൻസിൽ നിങ്ങളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ കണ്ടെത്തിയ ഒരു മാപ്പാണിത്. പക്ഷെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് ആസ്ത അവളോട് ചോദിക്കുന്നു. പ്രവിശ്യ പട്ടണത്തിൽ ഉൾപ്പെടെ 16 കൊലയാളികളെ അവർ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ബോണസ് എന്ന നിലയിൽ മാസ്റ്റർ ഫാൻസിലിനും ഡൊമിനിക്കും രക്ഷപ്പെടാൻ ചിലപ്പോൾ സാധിച്ചേക്കും. ഈ ഒരു കാര്യം ആ ഓർഗനൈസേഷന് ഒരുപാടധികം ഡാമേജ് ഉണ്ടാക്കും. സോ ഇതെന്റെ റിവെഞ്ച് ആണ്. ഓക്കെ, പക്ഷെ എന്തിന്? എന്റെ ടീച്ചറെ പോലെ എനിക്ക് ഈ ജോലി മടുത്തു. സോ ഫാൻസിലിനെ ഫോളോ ചെയ്ത് അവന്റെ പുറകിലൂടെ മറിയല വരുന്ന സമയത്താണ് ബ്ലാക്ക് ബുൾ ഹൈഡൌട്ടിലോട്ട് കയറുന്ന ഫാൻസിലിനെ അവർ കാണുന്നത്. ഫാൻസിലിനെ പിടിക്കുന്നതിന് പകരം എന്തുകൊണ്ട് തന്റെ കൂടെയുള്ള ഗാർഡ്സിനെ ഇവരെ വെച്ച് പിടിച്ചൂടാ എന്ന് ചിന്തിച്ച മറിയല മനഃപൂർവ്വം അവരുടെ സ്ക്വാഡിനെ ഇവർക്ക് നേരെ പറഞ്ഞു വിട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ പിടിച്ചു വെക്കാം, അതെനിക്കൊരു പ്രശ്നമല്ല. ഓ, അത് നിനക്ക് അത്ര സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടോ മറിയല? നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ വളരെ കഠിനമേറിയിട്ടുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നീ കസ്റ്റഡിയിലാണെങ്കിൽ പോലും ആ ഓർഗനൈസേഷൻ ഇല്ലാതാക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. എനിക്കറിയാം, എനിക്കതിൽ കുഴപ്പമില്ല എന്ന് പറയുവാണ് മറിയല. മരണമല്ലാത്ത ഏത് ശിക്ഷയാണെങ്കിലും ഞാൻ തയ്യാറാണ്. ഇത് കേട്ട് ആസ്ത അവളെ തന്നെ നോക്കുന്നു. നീ അന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ജീവിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ കണ്ടെത്തണമെന്ന്. എന്തോ അത് കേട്ടപ്പോ എനിക്ക് നിന്നിൽ ഒരുപാടധികം ഇൻട്രസ്റ്റ് തോന്നി. അത് ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നാണത്തോടെ മറിയൽ അവനോട് പറയുന്നു. ഇത് കേട്ട് നോയലിന് ദേഷ്യം വരുവാണ്. പെട്ടെന്നാണ് അവരുടെ സ്ക്വാഡ് കമാൻഡർ ഗാലി അങ്ങോട്ട് വരുന്നത്. നിന്റെയൊക്കെ അവസാനം ഇവിടെ വെച്ചായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹേയ്, എല്ലാവരും മാറി നിൽക്ക്. അവനൊരു കിളവനാണെങ്കിലും അവന്റെ മാജിക് പവർ വളരെയധികം പവർഫുള്ളാ. സ്പെഷ്യൽ ക്രിയേഷൻ മാജിക്, അൺഓപ്പണിംഗ് റെഡ് റൂം എന്ന് പറഞ്ഞ് അവൻ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്നാണ് ഫാൻസിലും ആസ്തയും മറിയിലയും അവന്റെ ആ മാജിക്കിനകത്ത് അകപ്പെട്ടു പോകുന്നത്. സോ ഗാലിയോ ക്രിയേറ്റ് ചെയ്ത ആ റൂമിനകത്ത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്വാഡിനെ തന്നെ അവൻ തയ്യാറാക്കിയിരിക്കുന്നു. ഹേയ്, ഒരു മിനിറ്റ്, ഇവൻ എന്റെ നേരെ ഈ സ്പെൽ യൂസ് ചെയ്ത സമയത്ത് നിങ്ങൾ അതിലോട്ട് എടുത്ത് ചാടിയതല്ലേ? ഒരുപക്ഷെ എന്നെ കൊല്ലാനുള്ള ഒരു സ്പെൽ ആയിരുന്നെങ്കിലും അത് എന്ന് ചോദിക്കുകയാണ് മറിയില. ആളുകൾ മരിക്കുന്നത് നോക്കി നിൽക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം മരിക്കുന്നതാ. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇപ്പൊ ഞാൻ ബ്ലാക്ക് ബുൾ സ്ക്വാഡ് മെമ്പറാ. പക്ഷെ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ശത്രുവല്ലേ? ഐ ഡോണ്ട് കെയർ. ആരെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ അവരെ നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും നിങ്ങൾ അവരെ സഹായിക്കണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ആസ്ത അവളോട് ചോദിക്കുന്നു. പെട്ടെന്നാണ് ആസ്ത ആ ക്ലോണുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ അവനെ പോലെ അത്ര വലിയ നന്മ മരമൊന്നുമില്ല. പക്ഷെ ഇതുപോലൊരു സ്ഥലത്ത് എന്റെ സ്റ്റുഡന്റ് ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കാനും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ ഫാൻസിലും അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ആ മാച്ച്. പിന്നീട് നമ്മൾ കാണുന്നത് ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൌട്ട് ആണ്. യാമിയും പിള്ളേരും ഡയമണ്ട് കിണ്ടത്തിലെ മേജേഴ്സിനെ പിടിച്ച് അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. ഹേയ്, ഇത് ബ്ലാക്ക് ബുള്ളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ക്യാപ്റ്റൻ യാമിയാണ് സംസാരിക്കുന്നത്. ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ഏകദേശം 33 പേർ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് വന്ന് അവരെ ഒന്ന് കൊണ്ടുപോകണം എന്ന് അവിടെയുള്ള ഗാർഡ്സിനോട് വിളിച്ച് പറയുവാണ് ക്യാപ്റ്റൻ. ശരിക്കും ആ ഫാൻസിൽ ആരാ? അവനെ പിടിക്കാൻ എന്തിനാ ഇത്രയും പേർ വന്നിരിക്കുന്നേ? എന്ത് ഫാൻസിലോ? അവന്റെ പേര് സെൽ എന്നല്ലേ പറഞ്ഞേ? അത് പിന്നെ ആ പേര് ഷോർട്ടാക്കിയിട്ട് സെൽ എന്ന് പറഞ്ഞതാ. ഓ മനസ്സിലായി, ഫാൻസിൽ കുർഗർ.
ഡയമണ്ട് കിങ്ഡത്തിന്റെ ഇൻവൈറ്റിംഗ് ആർമി കമാൻഡർ ആണ് അവൻ. ഒരുപാട് കാലം മുമ്പ് ഒരു ഫൈറ്റിൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. പിന്നീട് സൈനിക ചുമതല ഏറ്റെടുത്തെന്നും അവിടെ നിന്ന് ഓടിപ്പോയെന്നും ഞാൻ കേട്ടിരുന്നു. അപ്പോ ക്യാപ്റ്റൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു വലിയ ശത്രുവിനെയാണ് നമ്മൾ രക്ഷപ്പെടാൻ അനുവദിച്ചെന്നാണോ? ആ, അങ്ങനെയും പറയാം എന്ന് ക്യാപ്റ്റനും പറയുന്നു. അങ്ങനെ ബ്ലാക്ക് ബുള്ളിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് നേരെ നടന്ന ആ അറ്റാക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആസ്തേനെയും ഫാൻസിലിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആ മേജിനെയും അവർ പിടിച്ചു വെച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കുന്ന ഫാൻസിലിനെയാണ്. ശരി ഗായ്സ്, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാൻസിൽ. ഹേയ്, നിങ്ങളിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ചെയ്യാത്തവർക്കും സമയം വ്യത്യസ്തമാണ്. നിങ്ങൾ പോയി ഡൊമിനിയെ ഹാപ്പി ആയിട്ട് നോക്ക് എന്ന് ആസ്തി അവരോട് പറയുന്നു. ശരി ആസ്ത, കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായിട്ട് ഞാൻ നിനക്ക് കത്തയക്കാം. ഓക്കെ, സൂക്ഷിച്ചു പോയിട്ട് വാ എന്ന് ആസ്തയും പറയുന്നു. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതെങ്ങനെ പറയണോന്ന് എനിക്ക് അറിയില്ല. നിനക്ക് ഓർമ്മയുണ്ടോ, ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൌട്ടിലോട്ട് വരുന്നതിന് മുൻപ് ഒരു കൊലയാളി എങ്ങനെയാ എന്റെ വസ്ത്രങ്ങൾ പിടിച്ചു വാങ്ങുന്നത്? നിങ്ങളെന്താ തമാശ പറയുവാണോ? അത് വിട്, യാത്രാ ചെലവിന് വേണ്ടിയിട്ട് കുറച്ച് പണം തരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് ഫാൻസിൽ. അപ്പോഴാണ് ആസ്തയ്ക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. ആക്ച്വലി ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൌട്ടിലോട്ട് അവൻ വന്നത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. സോ അങ്ങനെയാണ് ഫാൻസിലും ബ്ലാക്ക് ബുൾസും പരിചയപ്പെടുന്നത്. ആസ്തയുടെ കൈ ശരിയാക്കാനുള്ള എന്തെങ്കിലും മാർഗം ഫാൻസിലിന് അറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സോ ഇവര് വന്ന സമയത്ത് നേക്കഡായിട്ട് നിന്നിരുന്ന ഫാൻസിലിനെ മോന്തക്കിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഡോമിന. ഓ, പുരാതന എക്സ് മാജിക് അല്ലേ? എനിക്കറിയാം, ഒരു സ്ഥലമുണ്ട്, ഞാൻ ജനിച്ച എന്റെ നാട്, വിച്ചസ് ഫോറസ്റ്റ്. ഓ, അവിടെ ചെന്നാ അവർ നമ്മളെ സഹായിക്കുവോ? ക്യൂൻ ഓഫ് വിച്ചസിന്റെ കയ്യിലുള്ള മാജിക്, അതും വളരെയധികം പുരാതനമായിട്ടുള്ള ഒന്നാണ്. അപ്പോഴാണ് വിച്ചസ് ഫോറസ്റ്റിനകത്തിരിക്കുന്ന വെനസയെ നമ്മൾ കാണുന്നത്. ഹേയ്, മന്ത്രവാദികളുടെ ചരിത്രത്തിൽ ഒരു പ്രതിഭയായിട്ടുള്ള ഞാൻ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. എനിക്കിവിടെ കുറച്ച് ബിസിനസ് ഉണ്ട്, മര്യാദക്ക് ഇത് തുറക്ക് എന്ന് വിളിച്ചു പറയാണ് വെനസെ. പെട്ടെന്നാണ് ആ വലിയ ഡോർ ഓപ്പൺ ആയി ഒരുപാട് കാക്കകൾ അതിനകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത്. അതെല്ലാം കൂടിയും അവളെ കൊണ്ട് അവിടെ നിന്നും പോകുന്നു.